പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യൻ കപ്പലുകൾ. ഇന്ത്യൻ പതാകയുള്ള 37 കപ്പലുകളാണ് നിലവിൽ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. 100 ബില്യൺ രൂപയിലധികം മൂല്യമുള്ള കപ്പലുകളും ചരക്കുകളുമാണ് സുരക്ഷാ ഭീഷണി നേരിടുന്നത് എന്ന് ഇന്ത്യൻ കപ്പലുടമകൾ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ തുറമുഖം ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇന്ത്യയിലേക്കുള്ള 10,000 കോടി രൂപയുടെ ക്രൂഡ് ഓയിൽ അടക്കം കുടുങ്ങിക്കിടക്കുകയാണ്. ആകെ 23,000 ഇന്ത്യൻ നാവികർ ഗൾഫ് മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 1074 പേർ മേഖലയിൽ കുടുങ്ങിയ 36 ഇന്ത്യൻ കപ്പലുകളിലാണ്. മറ്റുള്ളവർ മേഖലയിലെ തുറമുഖങ്ങളിലും വിദേശ കപ്പലുകളുമായി കുടുങ്ങിക്കിടക്കുന്നു. 36 ഇന്ത്യൻ കപ്പലുകളിൽ 12 ഹോർമുസ് കടലിടുക്കിന് കിഴക്കും, അതായത് ഒമാൻ ഉൾക്കടലിലും, 24 ഹോർമുസ് പടിഞ്ഞാറുമാണ്, അതായത് പേർഷ്യൻ ഉൾക്കടലിലുമാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഭൂരിഭാഗവും ക്രൂഡ് ഓയിലിനു പുറമെ LPG, വാണിജ്യ കാർഗോ എന്നിവയുമായി ഇന്ത്യയിലേക്ക് വരുന്നവയാണ്. 7 കപ്പലുകൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടേതാണ്. US-ഉം ഇസ്രയേലും ആക്രമണം കടുപ്പിച്ചതോടെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചിരുന്നു. ഇതോടെയാണ് പേർഷ്യൻ ഉൾക്കടൽ, ഒമാൻ ഉൾക്കടൽ സമുദ്രപാതയിലുടനീളം കപ്പലുകൾ കുടുങ്ങിയത്. കപ്പലുകൾക്കെതിരെ ആക്രമണവും വർദ്ധിച്ചു. ഒമാൻ ഉൾക്കടലിൽ പലാവു പതാകയുള്ള എണ്ണ ടാങ്കറായ സ്കൈലേറ്റിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യക്കാരായ ആശിഷ് കുമാർ, ദലീപ് സിംഗ് എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു. കുടുങ്ങിക്കിടക്കുന്നവരുമായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നുമുണ്ട്. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളെയും നാവികരെയും സംരക്ഷിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നിരീക്ഷണം കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നിരുന്നു. സാഹചര്യം കൈകാര്യം ചെയ്യാൻ പ്രത്യേക ദ്രുത പ്രതികരണ സംഘത്തെയും നിയോഗിച്ചു. ഇന്ത്യയിലേക്കുള്ള LPG ഇറക്കുമതിയുടെ ഏകദേശം 85% ഈ കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. ക്രൂഡ് ഓയിൽ, LPG എന്നിവയുമായി ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് വരുന്ന നിരവധി ടാങ്കറുകൾ തടയപ്പെട്ടിട്ടുമുണ്ട്. ചൈനീസ്, ഇറാനിയൻ കപ്പലുകൾക്ക് ഈ മേഖലയിലൂടെ ഇപ്പോഴും സഞ്ചരിക്കാൻ അനുവാദമുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ കപ്പൽ ഓപ്പറേറ്റർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുമുണ്ട്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്ന് നിശ്ചലമായി. ലോകത്തിലെ എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാനിടയായിട്ടുണ്ട്. ഏകദേശം 3200 കപ്പലുകളാണ് നിലവിൽ പേർഷ്യൻ ഉൾക്കടലിൽ ചലനമറ്റ നിലയിലുള്ളത്. അതേസമയം ലോകത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് പൂർണ്ണമായും അടച്ചതോടെ രാജ്യത്തെ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സുപ്രധാനമായ ചില തീരുമാനങ്ങൾ പാകിസ്ഥാനും എടുത്തിരുന്നു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ രാജ്യവ്യാപകമായി വർക്ക് ഫ്രം ഹോം സിസ്റ്റം നടപ്പിലാക്കാൻ പാകിസ്ഥാൻ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. രാജ്യത്തുടനീളം ഇന്ധന ഉപഭോഗം കൈകാര്യം ചെയ്യുന്നതിനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർദ്ദേശമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങൾ ആഗോള ഊർജ്ജ വ്യാപാരത്തെ ബാധിക്കുന്നത് തുടരുകയാണെങ്കിൽ ആഭ്യന്തര പെട്രോളിയം വിതരണം സ്ഥിരതയോടെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ വർക്ക് ഫ്രം ഹോം സിസ്റ്റം സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.